വെൽക്കം ടു ഗെയിം സ്റ്റാർ മലയാളം. അപ്പം നമുക്ക് നേരെ പോവാം. പക്ഷേ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഡൈനോസർ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സന്തോഷിപ്പിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്കെങ്കിലും നിങ്ങൾ അടിക്കുക പ്ലീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡിലോഫസോറസ് ആയിട്ടാണ് കളിക്കുന്നത്. ജുറാസിക് പാർക്ക്, ജുറാസിക് വേൾഡ് എന്ന പടമൊക്കെ കണ്ടിക്കല്ലോ. അതിനൊക്കെ ഇൻസ്പയർ ആക്കിയിട്ട് ഉണ്ടാക്കിയൊരു ഗെയിമാണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ദിനോസറുകൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്തോ ഒരു ദിനോസറിനെ പപ്പടം പരത്തി വെച്ച പോലത്തെ ഒരു ദിനോസറിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. വയറ് ഒന്നുമില്ല, കാലിയാണ്. എന്തായാലും ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ സമ്മതിച്ചു കൊടുക്കണം. അടിപൊളി ഗെയിം എന്ന് പറഞ്ഞാൽ തകർപ്പൻ ഗെയിമാണ്. നൈസ്. ഇതിൻ്റെയൊക്കെ ഒരു ഗ്രാഫിക്സ് കണ്ടില്ല നിങ്ങൾ? ഇങ്ങനെ എടുത്ത് നിൽക്കുക, ഇങ്ങനെയാണ് തിളച്ചിട്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക, ശബ്ദം ഉണ്ടാക്കുകയല്ലേ, അതായത് ഒച്ചത്തിലിങ്ങനെ നിലവിളിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാക്കുകയല്ലേ. അന്നേരമല്ലോ ഇതിൻ്റെ സൈഡിൽ നിന്ന് എന്താ പറയുക, ഒരു ഷീറ്റ് പോലത്തെ സാധനം പൊന്തി വരും. അതാണ് ദിനോസറിൻ്റെ പ്രത്യേകത. സംഭവം നൈസാണ്. ഞാനെന്തായാലും കളർ കോമ്പിനേഷൻ നോക്കിയാൽ കണ്ടത് പച്ചയാണ്. അതാണ് ഒരു പച്ചയാകുമ്പോൾ ഒരു പുല്ലിൻ്റെ ഒരു ലുക്കില്ലേ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊരു എന്താ പറയുക, ഗ്രാഫിക്സ് സമ്മതിച്ചിരിക്കുന്നു. തിന്ന് കഴിഞ്ഞിട്ട് ഈ ഗ്രാഫിക്സ് ഉണ്ടല്ലേ, ചോരയെല്ലാം തെറിച്ചേ. ഇനി നമുക്ക് ലേശം വെള്ളം കുടിക്കണം. വെള്ളം നല്ല കുറവാണ് എന്ന് പറയണം, ഈ അവസ്ഥയാണ്. ഇന്നലെ നല്ല ഉറങ്ങിയതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ആടെ എന്തോ അതാരാ, ഇവനെന്താ ഇവിടെ? ഓനെയൊക്കെ നമുക്ക് പിടിക്കണം, ഹണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു, ചത്തുപോയിട്ടില്ലെങ്കിൽ. ഇപ്പോൾ ഇവിടെ നിന്ന് അധികം കളിച്ചുകൂടാ. അധികം മുതല പോലത്തെ ദിനോസർ വെള്ളത്തിലുണ്ടാവും, അതുകൊണ്ട് അധികം കളിച്ചുകൂടാ. എന്നാലും നമുക്ക് വെള്ളം കുടിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ, വെള്ളം കുടിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം കുടിക്കുക. ഏതാ ഗൈസ് ഇതിൻ്റെ ഗ്രാഫിക്സ് ഒന്ന് നോക്കൂ. വെള്ളമെല്ലാം കുടിക്കുന്നേ, അതിൻ്റെയൊക്കെ ഒരു നിർത്തല കണ്ടില്ലേ, വെള്ളം കുടിക്കുന്ന ഈ ഒരു ഫീല് തന്നെ കിട്ടുന്നുണ്ട്. ഗ്രാസാണെങ്കിൽ ഗ്രാസ്, തെങ്ങ്, മരം, അങ്ങനെ പല സാധനമുണ്ട്. പിന്നെ ഇതെന്തായാലും ഒരു PC ഗെയിമല്ല, നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. PC ഗെയിമല്ല ഇതൊരു മൊബൈൽ ഗെയിമാണ്. അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്ലേ സ്റ്റോറിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. ഒരടിപൊളി PC ഗെയിമിൻ്റെ ഒരു ഫീല് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചെറിയ ലേഖെല്ലാം ഉണ്ടാവും, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ക്ഷമിക്കുക, അത്ര തന്നെ. ഇപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 ടൈമിലാണ് ഞാൻ കളിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ രാത്രിയും കളിക്കുന്നത്, നേരത്തെ രാവിലെ ആയിരുന്നു. രാവിലെ കളിച്ചാലോ ചെറുതായിട്ടൊന്ന് ലേഖായതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തി. അത് രാത്രിയാണ്, ഇപ്പോഴാണ് കളിക്കുന്നത്. ഇപ്പം നമ്മൾ പോവാണ്. നമ്മൾ എന്തോന്നുണ്ടല്ലോ, നമ്മളെന്തായാലും ഒരു ടീറെക്സിനെയോ നോക്കാം പറന്നോന്ന്. യവനെ ഒന്ന് ഒരു പ്രാവശ്യം പിടിക്കണം എന്നുണ്ട്. പക്ഷെ ഇവനൊന്നും എത്തൂലാലോ, അതല്ലേ പ്രശ്നം. നമുക്കൊക്കെ ഇവിടം വരെ ടെറിട്ടറി, അതങ്ങോട്ട് പോയിക്കുണ്ടെങ്കിൽ ഐറ്റുകളെ തൊള്ളയിലാ ഇടൂ. ടീറക്സും തമ്മിൽ അടിയതാ എൻ്റെ മക്കളെ. നമുക്കിവിടെ നിന്ന് കൗണ്ടറി പറയാം, അതാണ് നല്ലത്. ഏതാ സൗണ്ട് എൻ്റെ മക്കളെ. സോറി, ഞാൻ ടീറക്സിൻ്റെ സൗണ്ടൊന്നും ഇവിടെ ഇട്ടില്ല, ഞാനത് നേരത്തെ പറഞ്ഞതാണല്ലോ. നമുക്ക് കൗണ്ടറി പറയാം. കൊന്ന്. ഏതാ പൊളി. നമുക്ക് ലേശം ഫുഡാർന്ന് കിട്ടുകളി. ഒന്നൊന്ന് പോയി നോക്കിയാലോ അങ്ങോട്ട്. ടീറക്സ് ആർന്ന് മിണ്ടുങ്ങുന്നുണ്ട്. നമുക്ക് അടുത്തൊന്നും പോയിക്കൂടെ, അടുത്ത് പോയിക്കൊണ്ടായിട്ടാണ് തൊള്ളയിലായി പോപ്പാട്. ഇവിടെ വെച്ചിട്ടുണ്ടെ മേലെ ഒരു സാധനമുണ്ട് പറക്കുന്നത്, അതിൻ്റെ വായിലും പെട്ടാലും അതും പണിയാണ്. നമുക്ക് അങ്ങനെ കളിച്ചുകൂടാ, നമുക്ക് മെല്ലെ പോയി നോക്കാം. അതായത് മൂപ്പരെ വെറുപ്പിക്കാണ്ട് പോവാം. പക്ഷെ നമ്മക്കുണ്ടോ പേടി, നമ്മൾ ടീറക്സ് തന്നെയല്ല ആന വായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെയാണ്, തിന്നേണ്ടത് തിന്നും.
ശിവനെ ഫുഡ്. ഓ, ഏതാ അതിൻ്റെ ഒരു വലിപ്പം നോക്ക്. നമ്മളെ കാട്ടിയൊക്കെ എത്തുന്നതാ. പറക്കണ. എന്തെങ്കിലും ആട്ടെ. ആരോ വയ്യിലുണ്ടില്ല. മുണുങ്ങ്. തിന്നട്ടെ, സമയമില്ല. ഓ, ചോരയൊക്കെ തീർക്കി നോക്കുമോ. ബ്യൂട്ടിഫുൾ. നമ്മളെ ലൈഫ് ഫുള്ളായതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ഭക്ഷണം കുറവാണ്. എൻ്റെ കണ്ണ് നോക്കടാ. ടീറക്സിൻ്റെ കണ്ണ് നോക്ക്. ഇതെന്തെങ്ങനെ പറന്ന് കളിക്കുന്ന. ഇത് ടീറക്സ് അല്ലല്ലോ. സോറി, കൗണ്ടറി പറഞ്ഞാൽ മാറിപ്പോയിക്കെന്ന് തോന്നുന്നു. ടീറക്സ് അല്ല, ഇനി വേറെന്തോ ഒരു പേരുണ്ട്. ടീറക്സിൻ്റെ മുഖം ഇങ്ങനെയല്ലല്ലോ അല്ലേ എല്ലാം തോന്നുന്നു. അല്ലെങ്കിൽ ക്ഷമിക്കുക, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ. കടിച്ച് പറിക്കുക നമ്മൾ. അതെല്ലാം ഞാൻ തെറിപ്പിച്ച് തോന്നുന്ന ചോരയില്ല. അതാണ് നമ്മുടെ ഒരു ഇത് പവർ. നമുക്കുണ്ടാ പേടി. നമ്മൾ ടീറക്സിനെ വരെ തിന്നു വേറെ ആരെയും പിടിച്ചിട്ട്. അല്ലാണ്ട് നമ്മൾ പിടിക്കൊന്നുമില്ല. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു. ഇനി നമ്മൾ ഏതാ ലൈറ്റിംഗ് അല്ലോ എൻ്റെ മക്കളെ. അതാണ് അതിൻ്റെ സംഭവം, സിസ്റ്റം. ഞാൻ മുഖം വെച്ച് കാണിച്ചു തരാം. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ല, ഫയറാന്ന് പറഞ്ഞ പോലെ. അത് അറിയാണ്ടൊന്നും ബട്ടൺ ഞെക്കിപ്പോയതാ, വേറൊന്നും വിചാരിക്കരുത്. അപ്പം നമ്മൾ ടീറക്സ് തമ്മിലുള്ള ഫൈറ്റാണ് കണ്ടത്. ഇനി നമ്മളൊന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അണ്ണന്മാരെ ആരോ വയ്യ വരുന്നുണ്ട്. ഇല്ല, തോന്നിയതാ. ആരോ ഒരാൾ വയ്യ വരുന്ന പോലെ തോന്നി. ഏതാ വ്യൂ എൻ്റെ മക്കളെ. അത് നോക്ക്, പാറയെല്ലാം കൂടെ ഷേപ്പിൽ. അതിൻ്റെ നടുവ് കൂടെ പുഴയും പോകുന്നത്. ഏതാ ഐലൻഡ്, അടിപൊളി. ഇതൊക്കെ നമുക്ക് കാണേണ്ടത്. നൈസ്, ബ്യൂട്ടിഫുൾ. ഇപ്പം നമ്മൾ വെള്ളത്തിന് ദാഹിക്കും. മുതലുള്ളതുകൊണ്ട് പേടിയാണ് വെള്ളം കുടിക്കാൻ. ഉള്ള ജീവനും പോകപ്പാട്. ഇവിടെ വെള്ളം വറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് കുടിക്കാൻ തോന്നുന്നു. കുടിക്കടാ. ഓക്സിജൻ കുറയുന്നുണ്ട്. അതായത് നമ്മൾ വെള്ളത്തിൽ മുഖവും അപ്പാട് മുക്കിപ്പോയി, അതുകൊണ്ടാണ് പറ്റിയത്. നമ്മൾ ഓക്സിജൻ കുറയാണ്ട് കുടിക്കണം, അതായത് വെള്ളത്തിൽ അധികം ഇറങ്ങാണ്ട്. വേണ്ടത്ര വെള്ളം കുടിക്കുന്നു. വാട്ടർ അല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വിഷം തുപ്പുന്ന സാധനമാണ്. ഇത് ആരാ ഹണ്ട് ചെയ്യുന്ന നേരം ഇതൊരു വിഷം തുപ്പും. അതായത് എന്താ പറയുക, ചിറക് പീലി പോലത്തെ സാധനമില്ലേ ചെവിട്ടിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വിടർത്തുന്നത്, അത് വിടർത്തി വിഷം തുപ്പും. അതായത് മറ്റു മൃഗങ്ങളുടെ മുഖത്തേക്ക് തുപ്പി കൊടുക്കും, അല്ലെങ്കിൽ മേത്തേക്ക്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മഴ പെയ്തുവിട്ട് എന്താ ചെയ്യുക. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഒരു മഴയും ഇടിയും മിന്നലും ഒച്ചയുമ്പകളും എല്ലാം ആയിട്ട്. ഇപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ, മാപ്പിൽ നമ്മൾ കാണുന്നത്, നമ്മൾ അടുത്ത് നിൽക്കുന്നത് എല്ലാം ആക്രമിക്കുന്ന ഒരു ഡിലോഫസോറസും ഉണ്ട്, ടീറക്സും ഉണ്ട്. അതുകൊണ്ട് അധികം ഇവിടുന്ന് കളിച്ചുകൂടാ. നമ്മൾ അധികവും പുൽമേടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. മാത്രമല്ല, നമുക്കിപ്പോൾ നേരത്തെ ടീറക്സിൻ്റെ ഫൈറ്റാണ് നമ്മൾ തകർത്തത്. ഇതെന്താ മഴ ഇങ്ങനെയൊക്കെ പെയ്യുന്നു? ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ.
അതിൻ്റെ മുന്നത്തെ ഈ മോഡലൊക്കെ കണ്ടോ, അതാ ആ വീട്ടിൻ്റെ അടുത്തുള്ള സാധനമാണ് ഇങ്ങനെ വിടർത്തുക. അപ്പോൾ ഓടി 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 ഇതെന്താ തൂണോ? മരം തന്നെയാണ്, പക്ഷെ എന്ത് തൂണിൻ്റെ ലുക്കായി പോയത്. അങ്ങനെ മരമെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു 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 ഇട എത്തിയിട്ടുണ്ട്. ഇടാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു സാധനത്തിന് കാണുന്നില്ല, നീളത്തിൽ തെങ്ങ് പോലെ നീണ്ടിട്ട്. അവന് നമ്മളെ കാലിൻ്റെ അടിയിലൊക്കെ പോയി അല്ല, മൂപ്പരെ കാലിൻ്റെ അടിയിൽ പെട്ട നമ്മളെ കാര്യം ഗോവിന്ദയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ബൈ നമ്മൾ ടീറക്സിനെ കണ്ടാൽ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യും. ഇപ്പോൾ ടീറക്സിനെ തപ്പാണ് നമ്മൾ. കുറേ നേരമായി ഓട്ടം തുടങ്ങിയിട്ട് എവിടെയും എത്തിയിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടീറക്സ് ആരെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. വേറൊരു സാധനമുണ്ട്. ടീറക്സ് അല്ല ടീറക്സ് അല്ല, ഇവനോ ആണ്. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.